ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഈ വീക്കിലെ നമുക്ക് നിഫ്റ്റി അനാലിസിസും പിന്നെ ഈ വീക്കിൽ ഞാൻ സ്വിംഗ് വേണ്ടി കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമേ നിഫ്റ്റി ഒന്ന് നമുക്ക് ഓട്ടിച്ച് പോകാം. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഈ ഒരു റേഞ്ച് 24,800 എന്നുള്ള റേഞ്ച് ഒരു ബ്രേക്കൗട്ട് വന്ന ശേഷം ഒരൊറ്റ ക്യാൻഡലിനുള്ളിൽ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണാം, ഈ ഒരു ക്യാൻഡലിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 24,124 മുകളിൽ ഒരു അപ് ട്രെൻഡും 24,472 താഴെ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ കുറച്ച് കോഷ്യസ് ആയിട്ട് മാത്രം ഈ വീക്ക് ട്രേഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എൻ്റെ 15 മിനിറ്റ്സും കൂടെ നോക്കിയാൽ അറിയാം, മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒറ്റ റേഞ്ചിനുള്ളിൽ തന്നെ നിന്ന് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്യുകയാണ്. സോ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുന്ന സ്റ്റോക്കുകൾ എടുത്തു ചാടി ട്രേഡ് എടുക്കാതെ നിഫ്റ്റിയുടെ ഈ ഒരു അവസ്ഥയും കൂടെ കണ്ടതിന് ശേഷം മാത്രം ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ വീക്കിൽ ഞാൻ സ്വിംഗ് ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്കുകളൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് സ്റ്റോക്ക് എൻ്റെ ടോപ്പ് പ്രയോറിറ്റി നിവ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. ക്വാർട്ടർലി റിസൾട്ടും ഏർണിങ്സും എല്ലാം നല്ലൊരു രീതിയിൽ വന്ന ഒരു കമ്പനിയാണ്. സോ നിവ ബൂപ്പ എൻ്റെ ഒരു ടോപ്പ് പ്രയോറിറ്റി സ്റ്റോക്കാണ്. ഇത് ഇടാൻ വേറെ പല കാരണങ്ങളുണ്ട്. നമുക്ക് ഈ സ്റ്റോക്ക് ഈ ബേസിൽ നിന്ന് നല്ല രീതിയിൽ അപ് ട്രെൻഡിലേക്ക് പോവുകയാണ്. ആൻഡ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. വോളിയം നോക്കിയാൽ ഡ്രൈ ആണ്. ഒരു ടൈറ്റ് റേഞ്ചിൽ കുറച്ച് 1 വീക്ക് 2 വീക്സ് ആയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ്. സോ നിവ ബൂപ്പ ഒരു ബ്രേക്കൗട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിവ ബൂപ്പയുടെ ബ്രേക്കൗട്ട് റേഞ്ച് 94 ആണ്. ഈ 94 സ്ട്രോങ് ആയിട്ട് ബ്രേക്കൗട്ട് ചെയ്താൽ മാത്രമേ 108 ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഇൻഷുറൻസ് സെക്ടേഴ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു മൊമെൻറ്റം ബാക്കി നമുക്ക് നിവ ബൂപ്പ പോലുള്ള കമ്പനികളിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിടുക. രണ്ടാമത്തത് ഹുഡ്കോയാണ്. ഹുഡ്കോ 240 റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ 264 വരെ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹുഡ്കോയെ നമുക്കൊന്ന് സ്റ്റോക്ക് പരിശോധിച്ചാൽ മോസ്റ്റ്ലി 354 നിന്ന് 55% ഇടിഞ്ഞ് 159 വരെ വന്ന സ്റ്റോക്കാണ്. ശേഷമാണ് ഒന്ന് റിക്കവർ ചെയ്ത് ഒരു ബേസ് ഉണ്ടാക്കി മാർക്കറ്റ് ബ്രേക്കൗട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നത്. സോ ഹുഡ്കോ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്ക് വെച്ചേക്കുക. വളരെ നല്ലൊരു സെറ്റപ്പ് ബിൽഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. വോളിയൂംസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, കോൺട്രാക്ഷൻ എല്ലാം ഇതിലുണ്ടും താനും. സോ ഈ സ്റ്റോക്ക് ഹുഡ്കോ എൻ്റെ ടോപ്പ് പ്രയോറിറ്റി സ്റ്റോക്കാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുക. സെക്കൻഡ് സ്റ്റോക്കാണ് ആനന്ദ് രാജ്. ഞാനൊരു പിക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്ത്യാസ് ഡേറ്റാ സെൻറ്റർ കപ്പാസിറ്റി ടു ക്രോസ് 4,500 മെഗാവാട്ട് ബൈ 2030 വിത്ത് $20-25 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇന്ത്യയുടെ ഡേറ്റാ സെൻറ്റർ കപ്പാസിറ്റി 4,500 മെഗാവാട്ടിന് മുകളിൽ 2030 പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ന്യൂസ് ക്ലിപ്പാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ആനന്ദ് രാജ് എന്ന് പറയുമ്പോൾ ഡേറ്റാ സെൻറ്റർ ടീമും കൂടെ ഉള്ള ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ ഞാൻ ഈ സ്റ്റോക്കിനൊരു നല്ല മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വരുന്ന വീക്സിൽ. നിലവിൽ നമുക്കിവിടെ കാണാം, മാർക്കറ്റിൻ്റെ സെല്ലിംഗ് ടൈമിൽ മോസ്റ്റ്ലി 61% ഈ സ്റ്റോക്ക് ഇടിഞ്ഞത്. അതായത് 954 നിന്ന് 377 ഈ സ്റ്റോക്ക് എത്തിയത് നമുക്ക് കാണാം. ആൻഡ് അവിടെ നിന്നാണ് ഒരു ബ്രേക്കൗട്ട് ചെയ്ത് 530 വരെ എത്തിയത്. 530 ബ്രേക്കൗട്ട് റേഞ്ച് വന്നത്. ശേഷം ക്ലോസിങ് 561 ആൻഡ് നമുക്ക് ചിലപ്പോൾ ഒരു പുൾ ഓഫ് ഒരു എന്താ പറയുക, ഒരു റീടെസ്റ്റ് ഈ മേഖലയെ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു 636 വരെ ആനന്ദ് രാജ് പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വച്ചേക്കുക. അടുത്ത സ്റ്റോക്ക് തോമസ് കുക്കാണ്. തോമസ് കുക്ക് ഇന്ത്യ 267 നിന്ന് മോസ്റ്റ്ലി ഒരു 121 റേഞ്ചിലേക്ക് വന്നതാണ്. ശേഷം കുറച്ച് ദിവസം ഈ ഒരു റേഞ്ചിൽ നിന്ന് റിക്കവറി എടുത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയാണ്. നിലവിലെ പ്രൈസ് 171 ആണ്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 195, സെക്കൻഡ് ടാർഗറ്റ് 233. ഈ സ്റ്റോക്ക് എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുക. മോസ്റ്റ് പ്രോബബിളി ഒരു 195 പോകാൻ സാധ്യതയുണ്ട്. കാര്യം നല്ല വോളിയൂംസ് ഇവിടെ കാണുന്നുണ്ട്. സോ ഈ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുക. അടുത്ത സ്റ്റോക്ക് MCX ആണ്. MCX ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 6,000 ഓൾമോസ്റ്റ് 6,600 മുകളിൽ സ്ട്രോങ് ക്ലോസിംഗ് ഉണ്ടായ ഈ സ്റ്റോക്ക് പുതിയ ഒരു എന്താ പറയുക, ഓൾ ടൈം ഹൈ തരാൻ സാധ്യതയുണ്ട്. 8,000 വരെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. സോ നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വച്ചേക്കാം. മേ ബി ഒരു പുൾ ബാക്കും കൂടെ തരാൻ സാധ്യതയുണ്ട്. ഈ റേഞ്ചിലേക്ക് 6,266 റേഞ്ചിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും കൺസോളിഡേറ്റ് ചെയ്ത് മുകളിൽ പോകാനാണ് സാധ്യത. സോ MCX ഒരു ഞാൻ പറയാമല്ലോ, ക്യാൻഡിൽസ് എനിക്ക് അത്ര തൃപ്തിയില്ല. സോ നമുക്ക് വാച്ച് ലിസ്റ്റിൽ തന്നെ ഇട്ട് വെച്ചേക്കാം. നമുക്ക്
മാർക്കറ്റ് എന്താ ചെയ്യണമെന്ന് വരുന്ന വീക്സിൽ നമുക്ക് നോക്കി കാണാം. അടുത്തത് ഡിഷ്മാൻ കാർബോമിക്സ്. ഞാനിത് 2 ആഴ്ച മുന്നേ തന്ന സ്റ്റോക്ക് ആണ്. 250 മുകളിൽ ട്രേഡ് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. 277 ആണ് ഇതിൻ്റെ ഹൈ. ഇതിൻ്റെ ഒരു മിഡ് ടേം ഒരു 3 months ടാർഗറ്റ് വന്നിട്ട് 400 ആണ് ഞാൻ നോക്കുന്നത്. 400 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതും നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്ത് ഏർണിങ്സ് ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് ഒരു 266 റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 299 ഫസ്റ്റ് ടാർഗറ്റ് വരെ, ഒരു സെക്കൻഡ് ടാർഗറ്റ് വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വീക്ക്. അപ്പം നമുക്ക് നോക്കാം. വോളിയം നോക്കിയാൽ അറിയാം നമുക്ക്. ഈ ഒരു ക്യാൻഡിലിൽ ഈ ഒരു സെല്ലിങ് വളരെ കുറവാണ്. വലിയ പ്രശ്നമില്ലാത്ത സെല്ലിംഗ് ആണ്. വീക്ക്ലി നോക്കാം. വീക്ക്ലിയും സാമാന്യം നല്ല രീതിയിലാണ് പോയിരിക്കുന്നത്. 299 ഒക്കെ ഉടനെ തന്നെ റീച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഡിഷ്മാൻ കാർബോമിക്സ് നിങ്ങൾ വാച്ച് ലിസ്റ്റ് ഇട്ട് വെച്ചേക്കാം. അടുത്ത സ്റ്റോക്ക് ABDL ആണ്. ABDL ഒരു IPO ബേസ്ഡ് സ്റ്റോക്കാണ്. നമുക്കിവിടെ കാണാം സെൽ ഓഫ് നടന്നു. നമ്മൾ 38% സ്റ്റോക്ക് ഇടിഞ്ഞു. ശേഷം കുറേ ദിവസം ഈ ഒരു റേഞ്ചിനുള്ളിൽ നിന്ന് ഈ റേഞ്ച് ബ്രേക്കൗട്ട് തന്നു. 340 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്തു. 340 ബ്രേക്കൗട്ട് ചെയ്ത ശേഷം 429 ഒരു ഹൈ തന്നിട്ടുണ്ട്. ശേഷം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ചെറിയ കൺസോളിഡേറ്റ് ചെയ്യാണ്. സോ 460 ആണ് ഇതിൻ്റെ ഒരു ടാർഗറ്റ്. ഞാൻ വയ്ക്കുന്ന സ്റ്റോപ്പ് ലോസ് 374 ആയിരിക്കും. ഡെയിലി ക്ലോസിംഗ് വന്ന ഇതൊരു മോസ്റ്റ്ലി ഈ സെറ്റപ്പ് ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. സോ റിസ്കി സെറ്റപ്പാണ്. പക്ഷേ ഈ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുക. ഓക്കെ. അടുത്ത സ്റ്റോക്ക് IRAD ആണ്, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി. ഓക്കെ. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ സെൽ ഓഫ് ടൈമിൽ മോസ്റ്റ്ലി 55% ഇടിഞ്ഞ സ്റ്റോക്കാണ്. ശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡേ ചാർട്ട് നമുക്ക് പോവാം. നമുക്ക് വ്യക്തമായിട്ട് കാണാം മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം, അതായത് 189 ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു നല്ലൊരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നു. ശേഷം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് അപ്സൈഡ് പോകാനുള്ള ശ്രമം നടത്തുകയാണ്. നമുക്കിവിടെ കാണാം ഒരു ഹൈ തരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് 180 ആണ് ഇതിൻ്റെ ഒരു ബ്രേക്കൗട്ട് റേഞ്ച്. 175, 180 ഈ ഒരു ബ്രേക്കൗട്ട് റേഞ്ചാണ്. ഇതിന് മുകളിൽ പോയാൽ 206 വരെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതെല്ലാം എൻ്റെ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ ഇടുന്ന വീഡിയോസാണ്. നിങ്ങൾ ഉടനടി ട്രേഡൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഞാൻ എപ്പോഴും പറയുകയാണ് ഇതെല്ലാം ഒരു സ്റ്റഡി പർപ്പസ് വീഡിയോസാണ്. നമ്മൾ മാർക്കറ്റിനെ പഠിക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ കൂടെ ആ ഒരു വെഞ്ചറിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ ഞാനിനി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്സ് തൊട്ടുള്ളൊരു സീരീസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇനിയുള്ള വീക്സിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. സോ എല്ലാവരും ചാനലിൻ്റെ ഒപ്പം നിൽക്കുക. ഓക്കെ, താങ്ക് യു.